ഇത്രയും ഒരു രീതിക്ക് നമ്മൾ താത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതിലോട്ടാണ് ഒരു സമയത്ത് ഇവിടെ സെറ്റ് ചെയ്യാനാണ് ഈ ഒരു പീസ്. അപ്പോൾ ഗട്ടറിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഇരിക്കേണ്ട ചാൻസസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ ഇത് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ NS കുറച്ച് ചെറിയ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഹെഡിൽ ഇപ്പോൾ ഡൊമിനോറിൻ്റെ ഹെഡ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം കയറ്റി എല്ലാവർക്കും അറിയാം, വെട്ടന്മാരത്തും മരത്തിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ ഇതൊരു USB ഫോർക്ക് സെറ്റപ്പാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ താത്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് സെറ്റപ്പിൽ ഇതേപോലത്തെ ക്ലാമ്പൊക്കെ ഇട്ട് വേണം താക്കാൻ വേണ്ടി. പക്ഷേ ഈ താത്തിട്ടും ഏതോ മരത്തിൻ്റെ മുകളിലൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമായിട്ട് കുറച്ച് ക്ലാമ്പുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച ക്ലാമ്പ് സെറ്റപ്പൊക്കെ. അപ്പോൾ ഇത് വാങ്ങിക്കേണ്ട ആയ റേറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 രൂപയാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 2 ക്ലാമ്പ് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ഇത് നല്ല രീതിക്ക് ഹെഡ് താക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ താക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ, ഇവിടെ നല്ലേക്ക് ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ സെറ്റ് ചെയ്യാനാണ് ഈ ഒരു പീസ്. സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. നമ്മൾ മുമ്പ് ഇത് സെറ്റ് ചെയ്യാൻ നേരത്ത് ഇതൊന്ന് കട്ട് ചെയ്താണ് താത്തത്. അപ്പോൾ ഈ ഒരു പീസിന് ഷോറൂമിൽ പോയി വാങ്ങിക്കണം. പിന്നെ എന്തായാലും വീഡിയോ ഇടുന്നതുകൊണ്ട് പറയാം, ഈ ഒരു ഹെഡ് ഇതേപോലത്തെ ക്ലാമ്പൊക്കെ ഇട്ട് താക്കാൻ വേണ്ടി വെറും ക്ലാമ്പിന് 25 രൂപ, ലേബർ 50 രൂപ, മൊത്തം 75 രൂപയൊക്കെ ആവും. കാരണം മെയിൻ കാര്യം നമ്മൾ ആദ്യം താത്തപ്പോൾ ആ സമയത്ത് എത്ര രൂപ വാങ്ങിച്ചാൽ 300 രൂപ പറഞ്ഞു. പിന്നെ സംസാരിച്ച് 250 രൂപ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ പണിയാൻ കൊടുക്കണമെങ്കിൽ ആ കാര്യങ്ങളുടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. റേറ്റ് വരുന്നത് 400 രൂപ. അതിൻ്റെ പേജിൻ്റെ ഡീറ്റെയിൽസും ഞാനൊക്കെ ഞാൻ സൈഡിൽ എവിടെയും കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു സാധനം 400 രൂപയ്ക്ക് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പണി നിൽക്കണമെങ്കിൽ അതിൻ്റെ റേറ്റ് ആവും. കാരണം ഇതേപോലെ അളവാക്കി എടുത്തിട്ട് സെറ്റ് ചെയ്ത് സാധനം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു ക്ലാമ്പ്, ആ 2 ചെറിയ ക്ലാമ്പ്, പിന്നെ അത് പൗഡർ കോട്ടും ചെയ്യണം. പിന്നെ നമ്മളായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100-300 രൂപയ്ക്ക് കഴിയും. വീണ്ടും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് പൈസ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ചെറിയൊരു നോയ്സൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ 2-3 സ്ഥലത്താണ് വണ്ടി ഉണ്ടാക്കുന്നത്. ഒരു സ്ഥലത്ത് പുല്ല് വെട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് ഇപ്പോൾ കട്ട് ചെയ്യുന്ന പരിപാടി. അപ്പോൾ പിന്നെ ഈ ഒരു സാധനം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് മാത്രം ഒരുപാട് വണ്ടി സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലിൻ്റെ പ്രത്യേകിച്ച് ഡിഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു സാധനം വാങ്ങിച്ചത് തന്നെ. നമ്മൾ ഞാൻ എന്നെ സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടി വിചാരിച്ചത്. പക്ഷേ ഇതിൽ കുറച്ച് നട്ടും ബോൾട്ടൊക്കെ കുറവുണ്ട്. അപ്പോൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നട്ടും ബോൾട്ട് വാങ്ങിക്കാൻ പോകണം. പിന്നെ എൻ്റെ വണ്ടിയിലാത്ത തന്നെ പണിയാൻ വേണ്ടി എനിക്കും അത്ര കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ഷോറൂമിൽ പോയിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് വെഞ്ഞാട് G93 പോയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. കിളിമാനൂർ കല്ലിങ്കിൽ വെച്ച് ആ ഷോറൂമിൻ്റെ മുകളിലാണുള്ളത്. പിന്നെ ഷോറൂമിൻ്റെ മുകളിലാണ് സ്പെയർ പാർട്ടൊക്കെ വരുന്നത്, താഴെയാണ് സർവീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ പാർട്ട് വാങ്ങിക്കാം. നമുക്ക് പാർട്ടിൻ്റെ വിലയെന്ന് പറയും പേരറിയാത്ത നമ്മൾ ഫോട്ടോ എടുത്താണ് വന്നേക്കുന്നത്. NS വഹിക്കുന്ന സൈഡിൽ ഒരു കിറ്റാണ്, ഹെഡിൻ്റെ അവിടെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ സൈഡ് 2 പീസ്. ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ്, ഈ 2 ബോൾട്ടിന് ഈ പീസ് കണ്ടത് 2 സൈഡിൽ നോക്കിയാണ് ചേച്ചി. ഇല്ല, അത് മാത്രം കിട്ടും. സെപ്പറേറ്റ് പീസാണ്, ചെറിയ പീസാണ്. ഹെഡ്ലൈറ്റിന് സൈഡ് പറഞ്ഞ പീസ്. ഓ അതാണ്ട് ഈ ആ സൈഡല്ല, ഇത് കണ്ട ഈ ഒരു പീസ് കണ്ട ഇങ്ങനെ ഇരിക്കണ. ഇതിൻ്റെ അകത്തെ മറ്റേ എടുത്താണ് ഈ കറുത്ത പീസ് അല്ല, ഈ മാറ്റ് ബ്ലാക്ക് പ്ലാസ്റ്റിക് പീസ് കണ്ട. ഈ 2 സ്ക്രൂ ഇടാണ് ഇവിടെ പൊട്ടിയിരിക്കണ. വേണ്ട സൈഡ് മാസ്ക് അല്ലേ ചെയ്താ? സൈഡ് മാസ്ക് ആ ബ്ലാക്ക് സാധനം അല്ലേ? ഈ പ്ലാസ്റ്റിക് സാധനം കണ്ട മാറ്റ് ബ്ലാക്കിൽ ഈ 2 സ്ക്രൂ ഇടണ അത് കിട്ടൂലേ? പൊട്ടിയിരിക്കണണ്ട. വണ്ടിയുടെ ഫുള്ള് കണ്ടാലേ അത് കറക്റ്റ് മനസ്സിലാവും. ഫുള്ള് എടുക്കണ്ട ചേച്ചി, നമ്മളെ ഫുള്ള് എടുത്തിട്ടില്ല. അതാ പറഞ്ഞു വണ്ടിയുടെ ഫുള്ള് കണ്ടാലേ അപ്പാട്ട് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം പോയി ഫുള്ള് എടുത്തിട്ട് വരാം. കാരണം നമ്മളും ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കാണുന്നില്ലായിരുന്നു. ഇല്ലെങ്കിൽ കറക്റ്റ് പാർട്ട് നമ്പറും പാർട്ടിൻ്റെ പേരും കൊണ്ട് നമ്മൾ വരുവായിരുന്നു. ഇപ്പോൾ താഴെ പോയി ഒന്നും എടുത്തിട്ട് വരാം. തൊണ്ടയൊക്കെ പോയി. ഇന്നലെ ഒരു സ്ഥലത്ത് കുളിക്കാനൊക്കെ പോയിട്ട് ആ വീഡിയോക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒന്നേക്ക് കണ്ടിട്ട് വന്നേക്ക്. ഫുള്ള് വീഡിയോ എടുത്തോ, ഒരു കുറവും വരുത്തണ്ട. വീഡിയോ ആയിട്ടൊക്കെ എടുത്തോ. ഇത് ഫുള്ള് ഇതല്ല, ഇത് കണ്ട റെക്കോർഡിംഗ് ആണ്. സെറ്റ് ചെയ്ത് തന്നാൽ ഫ്രീ പ്രൊമോഷൻ. കാണിക്കണം. ഷോറൂമിൻ്റെ കാര്യം പറഞ്ഞിട്ടേ സർവീസ് സെൻ്ററിലെ ചേച്ചിയാണ്. പണിയില്ലാത്തത് കുറ്റമാണ് ആ വണ്ടിയിൽ. അച്ഛന് ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ആയപ്പോൾ അത് വെച്ച് ബിസി ആയിപ്പോയി. ഒരു ലോറി ഇടിച്ചാട്ടോല് ഈ സൈഡ് ഇതാണ് ചേച്ചി അവർ പറയണത്. നീ ഇത് വന്ന് കണ്ടാ നമുക്ക് സമയമുണ്ട്, പതുക്കൊന്നാ വീഡിയോ ഉണ്ട്. ഒരു പ്രശ്നമില്ല. ഓണാണല്ലോ. ചോപ്പ് എത്തിയ ഓണാണ്, നീലെത്തിയ ഓഫാണ്. എന്താ റെക്കോർഡിംഗ് ആണ്. ഇവിടെ നമ്പർ വെക്കണോ? ഓക്കെ. നമ്മൾ ഓൺലൈനായിട്ട് കുറേ നോക്കിയായിരുന്നു, എൻ്റെ പേര് കിട്ടിയില്ല. പക്ഷേ
കിട്ടാത്തതാണ് ഇങ്ങോട്ട് വന്നത്. അല്ല എന്തായാലും വാങ്ങിക്കാൻ അങ്ങോട്ട് വരണം. പേര് നോക്കാനല്ലേ ഓൺലൈനിൽ പറ്റൂ. ഓ NS എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് യൂട്യൂബർ ആവാനാണ്. യൂട്യൂബർ ഇപ്പൊ 10K ആവാറായി. 9700 മാസമല്ല, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 9700 ഗേസ്. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ആയി ഗേസ്. കണ്ടല്ലോ 10K എങ്ങനെയെങ്കിലും ആക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതൊക്കെ തന്നെ ബൈക്കിന്റെ പണികൾ ഞാൻ ലിങ്ക് അയച്ചേക്കാം. ഓക്കെ, ഇന്ന് വൈകിട്ട് ഇവിടുത്തെ വീഡിയോ വരും മിക്കവാറും. ഓക്കെ, വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കടയുടെ നമ്പറൊക്കെ എല്ലാ സ്ഥലത്തും വെക്കും. സ്പെയറിൻ്റെ ചേച്ചി എന്നെ പറഞ്ഞു. എന്നാ പറഞ്ഞോ, ഇത് റെക്കോർഡിംഗ് ആണ് ഗൈസ്. എല്ലാ സാധനവും ഇവിടെ കിട്ടും. ബജാജിന്റെ വന്നാൽ മതി. ചേച്ചിന്റെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒപ്പിച്ചാ, ഇല്ലെങ്കിൽ പ്രൊമോഷൻ അങ്ങ് പോകും. ഒന്നുമില്ല, നമ്മളെ എടുക്കല്ലേ. ഇപ്പൊ അറിയത്തില്ല, ഇതിലിടുമ്പോ എല്ലാരും കാണത്തില്ലേ. മുമ്പ് ഒരു ദിവസം ഒരു പയ്യൻ വന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഹെൽമെറ്റ് ക്യാമറസിനാണോ? അതാ അജിംഷ, അതെല്ലാരും കണ്ട്. AJ വ്ളോഗ് അല്ലേ? എനിക്കറിയാമോ. AJ വ്ളോഗ് അല്ലേ? ഓ, അതിന്റെ പക്ഷേ സൈഡ് ഫ്ലാപ്പ്. അതിന്റെ സൈഡ് ഫ്ലാപ്പാണ്, മുകളിലത്തെ അല്ലേ. അതല്ലേ ഈ സൈഡ് പീസ് കാണിച്ചത്. അപ്പൊ ഇത് ഫുള്ള് ഒറ്റ സെറ്റ് ആയിട്ടാണല്ലേ വരുന്നത്. അതല്ലേ ഞാൻ ഇത് കാണിച്ചത്. അപ്പൊ ഞാൻ ചോറിന് ഇത് അങ്ങനെയല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ഭാഗത്ത് നെറ്റ് എത്ര ഇത്? 1000 അറിയാം. 1000 ഒന്നുമല്ല, ഇത് കുറച്ച് അജിം ഷേഖ് എടുത്തപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായണ്ട. അത് കാണിച്ചു തരാം. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ ചേച്ചി ആദ്യം ഈ ഫ്ലാപ്പാണ് എൻ്റെ ചോദിച്ചു. ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ടാണ് കുറച്ചൊന്ന് ലാഗായത്. അപ്പോൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്പെയർ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പാർട്സൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് സാധനം പറഞ്ഞു പണി കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ വെഞ്ഞാറോട് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ക്ലാമ്പ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു എവിടെയും കളഞ്ഞു. പിന്നെ അവിടെ നമ്മൾ പോത്തങ്കോട് പോയി. അവിടുത്തെ ഷോറൂമിലെ സാധനമില്ല. പിന്നെ നമ്മൾ കിളിമാർ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് ഞങ്ങൾ കൊല്ലത്ത് തായാലും പോയെടുത്ത് പണിതിട്ട് തിരിച്ച് വീട്ടിലോട്ട് ചേർത്തുള്ളൂ. ഈ ക്ലാമ്പ് ഹെഡിൻ്റെ അകത്തുള്ള ഈ ക്ലാമ്പ് ഹെഡിൻ്റെ അകത്തുള്ള NSൻ്റെ ചെറുത് കണ്ട ഇത് വേണ്ട. നമ്മൾ പോത്തങ്കോട് പോയായിരുന്നു. അപ്പോൾ അവിടെ സാധനമില്ല. അയാൾക്ക് ചോദിച്ചപ്പോൾ അയാൾ ആദ്യം വർക്ക്ഷോപ്പ് എവിടെ നിന്നൊക്കെയാണ് ആദ്യം ചോദിച്ചത്. വർക്ക്ഷോപ്പ് എവിടെ, ആര് പണിയണ, എന്നിട്ടാണ് നോക്കാൻ വരെ എടുത്തത്. നമ്മൾ വെഞ്ഞാറോട് നിൽക്കുകയായിരുന്നു വർക്ക്ഷോപ്പിൽ. വെഞ്ഞാറോട് പണിയാൻ നിൽക്കുകയല്ലായിരുന്നു വണ്ടി. അപ്പോൾ പിന്നെ അവിടെ അടുത്ത മൊത്തം കൂടെ അല്ലേ നഷ്ടമായി പോയത്. ഇതപ്പോൾ ഇന്നത്തെ ഭാഗം വണ്ടിയാണ്. പിന്നെ വലിയ മഴയും ഉണ്ട്. മഴയിൽ തന്നെ ഊപ്പാട് വന്ന്. പിന്നെ ഇത് രണ്ടും ഞാൻ ഒരു രൂപ എടുക്കുന്ന ക്ലിപ്പല്ല. ഇത് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഞാൻ ഇന്നലെ ഷോറൂമിൽ നിന്നപ്പോൾ എനിക്ക് താടി ഉണ്ടായിരുന്നു. ഇപ്പോൾ താടിയില്ല. അതെങ്കിലും വെച്ച് നോക്കണം. ആ അത് തന്നെ. ഇതെത്രയാണ് ചേച്ചി? അവിടെ ഇവിടെയൊക്കെ പോയാൽ കിട്ടി ഇത് തന്നെ സാധനം. ആ ഫോട്ടോ വയ്ക്കാൻ എന്താ സക്സസ്. ചേച്ചി ഇതിന് എത്രയെന്ന് വെച്ച് പറഞ്ഞാൽ 110 ബുദ്ധി. ഇതപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 110 രൂപയാണ്. അപ്പോൾ ഈ 110 രൂപയുടെ സാധനത്തിന് നമ്മൾ പെട്രോൾ അതിൻ്റെ 100 രൂപയ്ക്ക് അടുപ്പിച്ച് അടിച്ചിട്ടുണ്ട്. പോത്തങ്കോട് പോയി തിരിച്ച് കിളിമാനൂർ വന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വീണ്ടും കടയിൽ ചെന്നിട്ട് കാണാം. കട തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് മാത്രം ക്ലിപ്പ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും മാക്സിമം എടുക്കുന്നതായിരിക്കും. ഈ സാത്തി ഇതിൻ്റെ ഹെഡ് ഊരി എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് 2 സ്റ്റേ വരും. ആ ഒരു സ്റ്റേയിൽ നമ്മൾ നേരത്തെ കാണിച്ച 2 ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് ഇതങ്ങ് തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കട്ടിങ് പരിപാടിയുണ്ട്. കാരണം ഡൊമിനോൻ്റെ ഹെഡ് സെറ്റ് ചെയ്ത സമയത്ത് കുറച്ച് MCയിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഫ്യൂട്ട് ആകുമ്പോൾ ചെറുതായിട്ട് ഒരു സാധനം കട്ടൂൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൽക്കാലം. ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് NS കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഹെഡ് ഇത്രയും ഒരു രീതിക്ക് നമ്മൾ താത്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വണ്ടി കുറച്ചുകൂടെ ലുക്കായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം സെറ്റ് ചെയ്യാൻ നേരത്തെ മിക്കുള്ളവർക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ ഫ്രണ്ടിലൊരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഈ ഒരു പ്ലേറ്റ് ഇട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ്. ഈ 400 രൂപയ്ക്ക് ഈ ഒരു സാധനം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലേസർ കട്ടൊക്കെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മളെ റേറ്റ് ആവും. പിന്നെ ഫ്ലോപ്പായ ആ പൈസ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെത്. അപ്പോൾ ഇവർ ബൾക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ റേറ്റിനെ കൊടുക്കാൻ വേണ്ടി പറ്റൂ.
പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ നേരത്ത് ഇതെനിക്ക് വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെ ഈ ഹെഡ് താക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് വെട്ടം ഇതാണ് കിട്ടുന്നത്. പക്ഷെ ഇനി താത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗ്യാപ്പ് കുറച്ചുകൂടെ കുറയും. അപ്പോൾ ഗട്ടറിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഇരിക്കേണ്ട ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ വെച്ചിട്ട് കുറച്ച് ഗട്ടർ റോഡിൽ കൂടെയൊക്കെ ഓടിച്ചാണ് ഈ ഒരു സ്ഥലത്തുകൊണ്ട് വെച്ചേക്കുന്നത്. ഫ്രണ്ട് തട്ടുന്നതും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ജുഗാട് പരിപാടികളൊക്കെ ചെയ്യണമായിരുന്നു ഇതിൻ്റെ അകത്തൊക്കെ. പിന്നെ ഇത് നട്ടിട്ട് വെച്ചേക്കുന്ന കാര്യം നമ്മൾ ചെന്നപ്പോൾ തൊട്ട് കറണ്ടില്ല. അപ്പോൾ പിന്നെ ഇത് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ നട്ടുകളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത് പക്കായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്ത കടയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം. വല്ല കസ്റ്റം വർക്കോ പെയിൻറ്റിങ് വർക്കൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ രാത്രിയത്തെ വെട്ടം നമ്മൾ 2 ദിവസം ഓടിയിട്ട് അതുകൂടെ ഷോർട്സ് ആയിട്ടെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻസിൽ ഇട്ടേക്ക്. അതേപോലെ ഡോമിനോറിൻ്റെ ഹെഡ് സെറ്റ് ചെയ്തിട്ട് ഹെഡ് ഇതാക്കാതിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയറോടെ ചെയ്ത് കൊടുത്തേക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.